ഗുഡ് മോർണിംഗ്. ദേ ഏട്ടൻ വന്ന ദിവസം രാവിലെ കേട്ടോ. ഏട്ടൻ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അത് ആളുടെ എന്നത്തെയും ശീലമാണ് കേട്ടോ. പട്ടാള ക്യാമ്പിലും അങ്ങനെ തന്നെയാണ്. വിളക്ക് വെക്കില്ലെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് പ്രാർത്ഥനയൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതേ ആ ശീലങ്ങൾ എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ വർഷമായില്ലേ, നമ്മൾ 10-13 വർഷമായില്ലേ. അപ്പോൾ ആ ശീലങ്ങളൊക്കെ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ രാവിലെ അപ്പവും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതേ അടുക്കളയിലാണ്. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. കുക്കിംഗ് ഒന്നും അറിയില്ലെങ്കിലും അത്യാവശ്യം ക്ലീനിങ്ങും പാത്രം കഴുകലൊക്കെ എനിക്ക് ചെയ്തു തരും. പിന്നെ കൂടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിന്നോളൂ കേട്ടോ. പിന്നെ ഇതേ നമ്മൾ സാധനങ്ങൾ നോക്കുകയാണ് കൊണ്ടുവന്നത്. അത്രമാത്രം വലിയ സാധനങ്ങളൊന്നും ഇപ്രാവശ്യം കൊടുത്തിട്ടില്ല. ഇല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കൊണ്ടുവരുന്നതാണ്. ഇപ്രാവശ്യം വളരെ കുറച്ച് സാധനങ്ങളെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുപ്പി 1-2 കൊണ്ടുവന്നിട്ടുള്ളൂ. മക്കൾ രണ്ടാളും നല്ല ഉറക്കമാണ് കേട്ടോ. കാരണം ഇന്നലെ പപ്പ വന്നതുകൊണ്ട് അവർ ലേറ്റ് ആയിട്ടാണ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഞാനും ഏട്ടനും കൂടെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി നേരെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ അപ്പോൾ മുട്ടക്കറിയാണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അപ്പം ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ മുട്ട തൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പം ചൂടോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഏട്ടൻ അപ്പോഴേക്കും വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു ആവശ്യത്തിന്. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ചൂടോടെ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഞാൻ തേങ്ങ അരച്ചിട്ടാട്ടോ മുട്ടക്കറി ഉണ്ടാക്കാം. ഈ അപ്പത്തിന് ചപ്പാത്തിയൊക്കെ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതേ എല്ലാം ആക്കി ടേബിളിൻ്റെ മേലെ സെറ്റാക്കി വെച്ചു. പിന്നെ ഏട്ടൻ വന്നിട്ട് അപ്പോഴേക്കും അപ്പോൾ ഞാൻ നല്ല ചൂടോടെ അപ്പം ഉണ്ടാക്കി കേട്ടോ. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ലോ കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങൾ രണ്ടാളും കൂടെ ഇരുന്ന് അപ്പം കഴിക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുമണി മെല്ലെ എണീറ്റ് വന്നിട്ടുണ്ട്. അവൾ ഇങ്ങനെ സൗണ്ട് അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ അവൾ മെല്ലെ എണീറ്റ് വരും. പട്ടാളത്തിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഏട്ടന് ഇവിടെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നല്ല ചൊടിയുള്ള കറികളൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ. അപ്പോൾ ആൾ ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കും കേട്ടോ. രാവിലെ അപ്പം ഇഷ്ടമാണ്, പക്ഷെ കൂടുതലും വെള്ളച്ചോറൊക്കെ കഴിക്കാനാട്ടോ ആൾക്കിഷ്ടം. ഉപ്പേരി, ഉണക്കമീൻ അതൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഞാൻ ഇന്ന് അത് കൊടുത്തില്ല. കാരണം വന്നതല്ലേ ഉള്ളൂ. അപ്പം തന്നെ വെള്ളച്ചോറ് തീറ്റിക്കണ്ടെന്ന് കരുതി നല്ല അപ്പം മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ, സീ യു.